ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞാനൊരു ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഓട്സും ചെറുപയറും പരിപ്പുമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓരോന്ന് കൂട്ടാൻ കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം ഞാൻ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരല്പം പാലൊഴിച്ചാണ് ഞാൻ നമ്മൾ ഫേസിൽ ഇപ്പോൾ ഇട്ട് കാണിച്ചു തരുന്നത്. ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പണ്ട് അമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഷവർ ജെല്ലും മറ്റു സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഇതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല സ്കിന്നായിരുന്നു. അപ്പോൾ ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ സ്കിന്നും ബോഡിയിൽ ഡാമേജ് ചെയ്യണം. സ്വാഭാവികം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ കുറേ ചെയ്യാൻ പാടില്ല. ചെറിയ ഒരു നനവ് വേണം. ഇപ്പം ദേഹത്തായിരുന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ബാത്ത് പൗഡർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഓട്സ് വന്നിട്ട് നല്ല മോയ്സ്ചറൈസിങ് ആണ്, ക്ലെൻസിങ് ആണ്, എക്സ്ഫോലിയേഷൻ ആണ്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നമുക്ക് ഓട്സ് സഹായിക്കും. അതുപോലെ ചെറുപയർ ഓയിൽ ബാലൻസ് ചെയ്യാൻ, പിഗ്മെന്റേഷൻ മാറാനും സഹായിക്കും. അതുപോലെ പരിപ്പ് ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മളെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും സഹായിക്കും. അപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഏകദേശം ഇവർക്കെല്ലാം ഒരേ സ്വഭാവമാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യും, നല്ലൊരു ക്ലെൻസറാണ് മിൽക്ക്. അപ്പോൾ ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ, നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടി നിർത്തണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പം നമ്മൾ ഫേസിലും ബോഡിയിലും ഒരു സ്ക്രബ് കൊടുക്കുക. അപ്പം ഡെഡ് സ്കിന്നും മറ്റു കാര്യങ്ങളൊക്കെ മാറും. ഒരു ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്യുക. ഭയങ്കരമായിട്ട് ബോഡിയിൽ അല്ലെങ്കിൽ സ്കിന്നിൽ നല്ലപോലെ റബ്ബ് ചെയ്യരുത്. കുറച്ച് സ്മൂത്തായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ പണ്ടൊക്കെ നമ്മളെ അമ്മമാർ നമ്മളെ ഫേസും നമ്മളെ ബോഡിയും നമ്മളെ ഹെയറും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് നിറച്ച് മുടി ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളെ കാണാനൊക്കെ, തേച്ചരച്ച് അവർ കുളിപ്പിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് എല്ലാം പോയി. മുടിയായിരുന്നാലും സൗന്ദര്യമായിരുന്നാലും എല്ലാം ഒരു വഴിയിൽ പോയി. അതായത് അവരത്രയും നന്നായിട്ട് കെയർ ചെയ്യും. നല്ല തലയിൽ എണ്ണയൊക്കെ വെച്ച് നല്ല പോലെ മസാജ് ചെയ്ത് കുളിപ്പിക്കും, അങ്ങനെയൊക്കെ. ഇപ്പോൾ ബോഡിയിലായിരുന്നാലും ഇതുപോലെ ബാത്ത് പൗഡറും മഞ്ഞളൊക്കെ അരച്ച് തേച്ചിരും. ഇന്ന് നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ കാര്യം നോക്കേണ്ട ഒരു ഇത് വന്നപ്പോൾ നമ്മൾ സ്വന്തം ഇഷ്ടത്തിനായി മുടിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കും. ഷാമ്പു, കണ്ടീഷണർ, അങ്ങനെ പലതരം സാധനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാം അങ്ങോട്ട് സ്വന്തം ഇഷ്ടമായി. അപ്പോഴത്തേക്കും എല്ലാം പോകാനും തുടങ്ങി. അപ്പം നമുക്ക് പഴയ കാര്യത്തിലോട്ടൊക്കെ ഇനി ജസ്റ്റ് നമ്മളൊരു സെൽഫ് ലവ് പോലെ ഇടയ്ക്കൊക്കെ, ഇപ്പം ഷവർ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു സെൽഫ് ലവ് പോലെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസവും മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കുക. ഇത് പൊടിച്ച് ഒരല്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. ബാത്റൂമിൽ വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഞാൻ ഇതിലൊരല്പം മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്ഷണലാണ്. മഞ്ഞൾ അലർജി ഉള്ളവരുണ്ട്, അതുപോലെ പാൽ അലർജി ഉള്ളവരും ഉണ്ട്. അപ്പം എന്ത് ഉപയോഗിച്ചാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാവുന്ന, കാലിലോ കൈമുട്ടിലോ കഴുത്തിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു പ്രശ്നമില്ലാന്ന്